തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് നടക്കുന്നു. 2 ദിവസം മുമ്പാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നടന്നത്. കേരളത്തിൽ ജനുവരി 26-ന് നമുക്കൊരു ആശ്വാസമുണ്ട്, വല്ലാതെ നീണ്ടുപോയിട്ടില്ല. അപ്പോൾ ഏപ്രിൽ 26-നാണ്. അപ്പോൾ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ 2 മുന്നണിയാണ് മത്സരിക്കുന്നത്, LDFും UDFുമാണ്. ബാക്കിയുള്ളവർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തരാണ്. ദേശീയ തലത്തിലേക്കാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ ഫാസിസം കൊടികുത്തിപ്പോയെന്നൊരു സന്ദർഭമാണല്ലോ ഇത്. ഭരണകൂടത്തെ തന്നെ അകൽച്ചയുടെ, വിദ്വേഷത്തിൻ്റെ ഒരു മനോഭാവം ഭരണകൂടം തന്നെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി മതവിശ്വാസത്തെ അവർ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു, രാമക്ഷേത്രത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതൊന്നും നടക്കാതെ പോയപ്പോഴാണ് ഇപ്പോൾ പൗരത്വ ബില്ല് ഒന്നുകൂടി കൊണ്ടുവന്നുകൊണ്ട് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഭരണമാറ്റം അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, അതിനുവേണ്ടി രാജ്യത്ത് മുഴുവനും അതിൻ്റേതായൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മനോഭാവം ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. BJP അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയൊരു 4-5 സ്ഥലത്ത് അവർ ശക്തമായ മത്സരം, ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച്. ഇവിടെ LDFും UDFും തന്നെയാണ് നേരിട്ടുള്ള മത്സരം. അവർ BJP കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ടി വരും. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം വടകര, തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ BJPയും CPM തമ്മിൽ ഒരു ധാരണയുണ്ടെന്നാണ്. ലീഗും അങ്ങനെ കരുതുന്നുണ്ട്. ഇങ്ങനെ ഒരു ധാരണ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ UDFിന്റെ ഭാഗമാണ്. LDFും അവരുടെ ഘടകകക്ഷികളും അവരുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് വേറെ ഒരു ധാരണയും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ CA വിഷയത്തിലെ അടുത്ത ദിവസം മുതൽ മുഖ്യമന്ത്രി മലബാർ മേഖല കേന്ദ്രീകരിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. മലപ്പുറത്തും വലിയ ബഹുജന പ്രക്ഷോഭം. മുസ്ലിം ലീഗ് ഈ നിയമപരത്തിനപ്പുറത്ത് ഈ ഇത്തരം പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി? മുസ്ലിം ലീഗ് ഈ CA പ്രശ്നം തുടങ്ങിയ കാലം തൊട്ട്, അതായത് 2019 അതാണ് ആദ്യമായിട്ട് അന്ന് അമിത്ഷാ അവതരിപ്പിച്ചത്. അന്ന് തന്നെ മുസ്ലിം ലീഗ് പാർലമെന്റിൽ അതിനെതിരെ ശക്തമായിട്ട് അവിടെ വാദിച്ചു. പിന്നെ മുസ്ലിം ലീഗ് ചെയ്തത് നിയമപരമായിട്ട് അതിനെ ലീഗലായിട്ട് അതിനെ ഓപ്പോസ് ചെയ്യാനാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നത്. അങ്ങനെ 2019 തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ ഗവൺമെന്റിന്റെ വിശദീകരണം തേടി. ഗവൺമെന്റ് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, തൽക്കാലം അങ്ങനെ പോവുകയാണ്, കുറേ കടമ്പകളുണ്ട് എന്ന് നിലക്ക് പോവുമായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്നാണ് ഒരു 2-3 ആഴ്ച മുമ്പ് വീണ്ടും BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് CA നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള വിജ്ഞാപനമൊക്കെ ഇറക്കിയത്. മുസ്ലിം ലീഗ് വീണ്ടും ഒരു റിട്ട് കൂടി ഫയൽ ചെയ്തു. അത് മിനിഞ്ഞാന്ന് സുപ്രീം കോടതി അത് വിശദമായിട്ട് തന്നെ അത് കേട്ടു. സുപ്രീം കോടതി 2019 തന്നെ പറഞ്ഞു ഇത് സംബന്ധമായിട്ടുള്ള കേസുകൾ, അതായത് ഒരുപാട് സംഘടനകൾ ഇതിനെതിരെ കേസ് കൊടുത്തു. 237ഓളം സംഘടനകൾ ഹർജികൾ സുപ്രീം കോടതി കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞത് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇവിടെ മുസ്ലിം ലീഗിന്റെ ആ ഒരു പൈലറ്റ് പെറ്റീഷണർ ആയിട്ട് മുസ്ലിം ലീഗിനെയാണ് കോടതി കാണുന്നത്, സുപ്രീം കോടതി കാണുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് മുഖേന വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മിനിഞ്ഞാന്നും സുപ്രീം കോടതി വാദം കേട്ടത്. അവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ, രാജ്യത്തെ തന്നെ പ്രമുഖ അഭിഭാഷകനായ കപിൽ സിബലും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീമിലുള്ള അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, നല്ലൊരു ടീമാണ്. അവർ വാദിച്ച് എന്തിനാണ് ഗവൺമെന്റ് ഇത്ര ഹറിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് കോടതിക്ക് മുമ്പിൽ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത്. മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാണ് കുറച്ച് സമയം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇതെങ്ങനെ പോവും. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കണ്ടുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർ തീരുമാനം മാറ്റി വീണ്ടും CA നടപ്പാക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അപ്പോൾ കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് അതിന്റെ വിശദീകരണം ചോദിച്ചു. അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായിരുന്നു, സോളിസിറ്റർ ജനറൽ അദ്ദേഹം ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റിന് ഹാജരായത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സമയം വേണം,
മുസ്ലിം ലീഗ് ഉന്നയിച്ച ഈ ആക്ഷേപത്തിന് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് 4 ആഴ്ച സമയം വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ അറിയിച്ചു. സുപ്രീം കോടതി പറഞ്ഞു 4 ആഴ്ച തരില്ല, 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ കോടതിയെ അറിയിക്കണം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഞങ്ങളുടെ അഭിഭാഷകർ കപിൽ സിബൽ ചോദിച്ചു, എന്നാൽ ഇതിൻ്റെ അടുക്ക് ഇപ്പോൾ ഈ 3 ആഴ്ചൻ്റെ അടുക്ക് വല്ലതും സംഭവിക്കുമോ? അപ്പോൾ കോടതി പറഞ്ഞു വല്ലതും അങ്ങനെ ഇപ്പോൾ ഈ CAA അടിസ്ഥാനത്തിൽ വല്ല പൗരത്വ സംബന്ധമായിട്ട് വല്ലതും ഇവിടെ നടക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് കോടതിയിൽ വരാം. കോടതി ഏത് സമയത്ത് ഇവിടെ ഉണ്ടാവും. അതാണ് കോടതി പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കോടതിയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ വരാം. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്തിമ വിധി അനുകൂലമാവും സുപ്രീം കോടതിയിൽ എന്നൊരു പ്രതീക്ഷയിലാണോ അപ്പോൾ ലീഗുള്ളത്? കാരണം ഈ നിയമവൃത്തങ്ങളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള രൂപം കിട്ടിക്കാണല്ലോ. അതെ, ഇപ്പോൾ ഇന്ത്യയിൽ അത് ഭരണഘടനാപരമായിട്ട് തന്നെ നടപ്പാക്കാൻ വിഷമമുള്ള ഒരു സംഗതിയാണ്. ഇന്ത്യ എന്നൊരു ബഹുസ്വര രാജ്യമാണല്ലോ. ആർക്കും ഒരു പൗരത്വം കൊടുക്കാനൊന്നും ആരും എതിരൊന്നല്ല. പക്ഷേ ഈ CAA ഈ അമെൻമെന്റ് വരുന്നത് എന്താ വെച്ചാൽ ചില വിഭാഗങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അത് പാടില്ലല്ലോ. ഒരു ബഹുസ്വര രാജ്യത്ത് ചില വിഭാഗങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയല്ല. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ആർക്കും കൊടുക്കാൻ മുസ്ലിം ലീഗ് എതിരല്ല. പക്ഷേ അതിലൊരു വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് നടത്തുക ആശങ്ക അറിയിച്ചിരുന്നല്ലോ, അതിലെന്തെങ്കിലും? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമാണല്ലോ, വെള്ളിയാഴ്ച ദിവസമൊക്കെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും പ്രശ്നമാണ്. വോട്ടർമാർക്ക് മാത്രമല്ല, വോട്ടർമാർ അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷേ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ബൂത്ത് ഏജൻസ് ഒക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അതിൽ വിഷമം ഉണ്ടാവും. അത് ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞു. ഈ പ്രീപോൾ സർവേകളിൽ ഉൾപ്പെടെ NDAക്കാണ് പല ദേശീയ മാധ്യമങ്ങളുടെയും സർവേയിൽ മുന്നേറ്റം പറയുന്നത്. അതിപ്പോൾ സർവേ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ പറ്റില്ല. അന്തിമ വിധി ജൂണിൽ വരുമല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.